ചിത്രം കണ്ടിട്ട് ഏതോ കൂറ്റൻ ബുൾഡോസറാണെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു കെട്ടിടമാണ്. 2 നിലകളും 6 വലിയ മുറികളുമുള്ള ഒരു ഓഫീസ് കെട്ടിടം. കാലിഫോർണിയയിലെ പ്രശസ്തമായ യുണൈറ്റഡ് എക്യുപ്മെന്റ്സ് കമ്പനിയുടെ ഓഫീസാണിത്. ബുൾഡോസർ പോലുള്ള വമ്പൻ വാഹനങ്ങൾ വിൽക്കുകയും വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്യുന്ന കമ്പനിയാണ് യുണൈറ്റഡ് എക്യുപ്മെന്റ്സ്. 1976 തങ്ങളുടെ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ആകൃതിയുടെ കാര്യത്തിൽ കമ്പനി ഉടമകൾക്ക് സംശയമുണ്ടായിരുന്നില്ല. ഒരു ഭീമൻ ബുൾഡോസറിൻ്റെ രൂപം തന്നെ വേണം. അങ്ങനെയാണ് ഈ കെട്ടിടത്തിൻ്റെ പിറവി. പുറത്ത് എവിടെ നിന്ന് നോക്കിയാലും ബുൾഡോസർ പോലെ തോന്നിപ്പിക്കാൻ നിർമ്മാതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പുകക്കുഴലും ചക്ര ബെൽറ്റുമെല്ലാം ഇതിലുണ്ട്. കൂടാതെ കൂറ്റൻ ഉരുളൻ പാറകൾ തള്ളി നീക്കുന്ന മുൻകൈകളും. സർക്കസ് കൂടാരത്തിലെ മോട്ടോർ ബൈക്ക് അഭ്യാസികളുടെ ഗ്ലോബിനെ ഓർമ്മിപ്പിക്കുന്ന ഈ ഗോളത്തിനുള്ളിൽ ഒരു വമ്പൻ കെട്ടിടം. മോൺട്രിയൽ ബയോസ്ഫിയർ എന്ന വിചിത്ര കെട്ടിടത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1967 മോൺട്രിയോളിൽ നടന്ന എക്സ്പോ 67 പ്രദർശനത്തിൽ അമേരിക്കയ്ക്ക് വേണ്ടി പ്രസിദ്ധ ശില്പി റിച്ചാർഡ് ബക്മിൻസ്റ്റർ ഫുള്ളർ നിർമ്മിച്ചതാണ് ഈ കെട്ടിടം. നിർമ്മിച്ച കാലത്ത് ഇതിൻ്റെ കമ്പിക്കൂട്ടിൽ നേരിയ പാട പോലെ ഒരു ആവരണമുണ്ടായിരുന്നു. രാത്രികാലത്ത് തിളങ്ങുന്ന പ്രത്യേകതരം സാങ്കേതിക വിദ്യയാണ് അതിന് ഉപയോഗിച്ചിരുന്നത്. 1976 അഗ്നിബാധയിൽ ആവരണം കത്തി നശിച്ചു. ഇപ്പോൾ ഉരുക്ക് ഫ്രെയിം മാത്രമേ ഉള്ളൂ. നശിച്ചുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതിയുടെ പ്രതീകമായാണ് മോൺട്രിയോൾ ബയോസ്ഫിയറിനെ കണക്കാക്കുന്നത്. 200 അടി ഉയരവും 250 വീതിയുമുള്ള ഈ കെട്ടിടത്തിന് അകത്താണ് മോൺട്രിയോൾ നഗരത്തിലെ പ്രമുഖ സാംസ്കാരിക പ്രദർശനങ്ങളും ചിത്രശില്പരംഗത്തെ പ്രമുഖരുടെ സംഗമങ്ങളും നടക്കാറുള്ളത്. ഫ്രാൻസിലെ ലിയോൺ വിമാനത്താവളത്തിൽ ഭീമൻ പക്ഷിയെപ്പോലെ ഒരു കെട്ടിടമുണ്ട്. എയർപോർട്ടിലെ ആയിരക്കണക്കിന് യാത്രക്കാർ എയർ ടിക്കറ്റ് വാങ്ങാനെത്തുന്ന ലിയോൺ satolas ടിക്കറ്റ് ഹാളാണിത്. തല അല്പം താഴ്ത്തി ഭീമൻ ലോഹച്ചിറകുകൾ ഒതുക്കി വെച്ച് നീണ്ടുകൂർത്ത കോൺക്രീറ്റ് ചുണ്ട് നിലത്ത് കുത്തിയിറക്കി ഏതോ ചരിത്രാതീത കാലത്തെ വലിയ പക്ഷിയെപ്പോലെയാണ് ഈ കെട്ടിടം. വിമാനമിറങ്ങി ട്രോളികളിൽ തങ്ങളുടെ ലഗേജുകളുമായി വരുന്ന യാത്രക്കാരുടെ നേരെ മുന്നിലാണ് പക്ഷിയുടെ വമ്പൻ കൊക്ക്. പെട്ടെന്ന് കണ്ടാൽ യാത്രക്കാർ ഒന്ന് ഞെട്ടിപ്പോകും. ഇതിൻ്റെ ശില്പി സാന്റിയാഗോ കലാട്രാവ ആഗ്രഹിച്ചതും അതുതന്നെയായിരുന്നു. കെട്ടിടത്തിനകത്ത് എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇടനാഴികകളും ടിക്കറ്റ് കൗണ്ടറുകളും എസ്കലേറ്ററുകളും സ്റ്റീൽ നിർമ്മിത കമാനങ്ങളുമെല്ലാം അവിടെ കാണാം. കലയും വാസ്തുവിദ്യയും ചേർന്ന ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലൂടെ കലാട്രാവ ലോകത്തിലെ പ്രശസ്തരായ വാസ്തുശില്പികളുടെ നിലയിലേക്ക് ഉയർന്നു. ഹോങ്കോങ്ങിലാണ് റിപ്പൾസ് ബേ കെട്ടിടം. ഈ ഭീമൻ കെട്ടിടത്തിൻ്റെ മുൻഭാഗത്ത് ഭിത്തിയിൽ ചതുരാകൃതിയിൽ വലിയൊരു വിടവുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു വമ്പൻ മലയുടെ അടിവാരത്തിൽ ഉൾക്കടലിൻ്റെ തീരത്താണ് ഫ്ലാറ്റുകളുടെ സമുച്ചയം ഉൾപ്പെടുന്ന ഈ വമ്പൻ കെട്ടിടം. ആദ്യം ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് പൊളിച്ച് 1980 റിപ്പൾസ് ബേ പണിയുകയായിരുന്നു. റിപ്പൾസ് ബേയുടെ മുൻഭാഗത്ത് ചതുരാകൃതിയിലുള്ള ദ്വാരം ഒരിക്കലും അടയ്ക്കാൻ പാടില്ലെന്നാണ് വിശ്വാസം. എല്ലാ മലയിലും ഒരു ഡ്രാഗൺ താമസിക്കുന്നുണ്ടെന്നാണ് ചൈനയിലും ഹോങ്കോങ്ങിലുമുള്ളവർ വിശ്വസിക്കുന്നത്. സാധാരണഗതിയിൽ ഡ്രാഗൺ ഉപദ്രവകാരിയല്ല, ഒറ്റ വ്യവസ്ഥ മാത്രം. പർവ്വതത്തിൽ എവിടെ കിടന്ന് നോക്കിയാലും ഡ്രാഗണ് കടൽ കാണണം. അതിന് തടസ്സമായി എന്തെങ്കിലും വന്നാൽ ഡ്രാഗൺ അക്രമകാരിയാവും. കടൽ കാണാൻ തടസ്സമായി നിൽക്കുന്ന കെട്ടിടമോ വീടോ എന്തായാലും അടിച്ചു തകർക്കും. റിപ്പൾസ് ബേയുടെ പിന്നിലുള്ള വമ്പൻ മലയിലും ഡ്രാഗൺ ഉണ്ടാകാമെന്നാണ് ഹോങ്കോങ്ങുകാർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് റിപ്പൾസ് ബേയുടെ പ്രധാന ഭാഗത്ത് തന്നെ വലിയൊരു വിടവ് ഒഴിച്ചിട്ടിരിക്കുകയാണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ. ഇതിലൂടെ ഡ്രാഗണ് കടൽ കാണാം. പിന്നെ ഡ്രാഗൺ കെട്ടിടം തകർക്കില്ലല്ലോ. എന്തായാലും ഇങ്ങനെയൊരു ദ്വാരം ഇട്ടതോടെ വിചിത്രമായ കെട്ടിടങ്ങളുടെ പട്ടികയിൽ ഇടം നേടി റിപ്പൾസ് ബേ. പ്രാചീന കാലത്തെ ഏതോ ഒരു വമ്പൻ ജീവിയുടെ ശൽക്കങ്ങളുള്ള തലയുടെ ആകൃതിയിൽ ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിൽ ഒരു കെട്ടിടമുണ്ട്. സെൽഫ്രിഡ്ജ് സ്റ്റോർ എന്നറിയപ്പെടുന്ന ഈ കെട്ടിടം ഒരു ഷോപ്പിംഗ് സെൻ്ററാണ്. കെട്ടിടത്തിൻ്റെ പുറം ഭിത്തി മുഴുവൻ വൃത്താകൃതിയിലുള്ള അലുമിനിയം ഡിസ്കുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. കോൺക്രീറ്റിലും സ്റ്റീലിലും നിർമ്മിച്ച ഭിത്തികളിൽ അലുമിനിയം ഡിസ്കുകൾ ബോൾട്ട് കൊണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു.
ആകെ 15,000-ഓളം ഡിസ്കുകൾ ഇങ്ങനെ പതിച്ചിട്ടുണ്ട്. അവ സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുമ്പോഴുള്ള കാഴ്ച അതിമനോഹരമാണ്. സെൽഫ്രിഡ്ജ് സ്റ്റോറിനുള്ളിൽ പല കോണുകളിൽ നിന്നും സൂര്യപ്രകാശം പല രൂപങ്ങളിൽ പതിക്കുന്നു. അത് ഉൾഭാഗത്തെ ഭംഗി വർദ്ധിപ്പിക്കുന്നു. ഈ കെട്ടിടത്തിലെ കമാനങ്ങളും തൂണുകളും നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് പ്രത്യേക തരത്തിലുള്ള ഫൈബർ ഗ്ലാസും വില കൂടിയ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുമാണ്. പ്രമുഖ ഫാഷൻ ഡിസൈനറായ പാക്കോ റാബൻ രൂപകൽപ്പന ചെയ്ത ഒരു വസ്ത്രത്തിൽ നിന്നാണ് ഈ കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയ്ക്കുള്ള ആശയം ലഭിച്ചത്. 2 നിലയുള്ള ഇഷ്ടിക വീട്. ചുമരും വാതിലും ജനലുമൊക്കെ സാധാരണ പോലെ. വ്യത്യാസം ഒന്ന് മാത്രം. പുരപ്പുറത്ത് ഒരു ഭീമൻ സ്ലാബ് മൂക്കുകുത്തി കിടക്കുന്നു. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് ഹെഡിങ്സ്റ്റണിലാണ് ഈ വിചിത്ര കെട്ടിടമുള്ളത്. ഈ സ്രാവ് ശരിക്കുള്ളതൊന്നുമല്ല, ഫൈബർ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതാണ്. 200 കിലോ ഭാരവും 25 അടി നീളവുമുണ്ട് ഈ ഭീമൻ സ്രാവിന്. ജോൺ ബക്ലെ എന്ന ശില്പിയാണ് ഇതിൻ്റെ നിർമ്മാതാവ്. ബിൽ ഹെയ്നാണ് ഈ സ്രാവ് വീടിൻ്റെ ഉടമസ്ഥൻ. 1986 ഓഗസ്റ്റ് 9 ഹെയ്ൻ ഇവിടെ താമസമാക്കിയപ്പോൾ അത് വലിയ വാർത്തയായി. സ്രാവിനെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് പൊളിച്ചു മാറ്റണമെന്ന് സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടു. എങ്കിലും ഹെയ്ൻ വഴങ്ങിയില്ല. കേസും കോടതി നടപടികളുമായി 6-7 വർഷം കടന്നുപോയി. ഒടുവിൽ 1992 സ്രാവിനെ അവിടെ നിലനിർത്താൻ പരിസ്ഥിതി മന്ത്രാലയം ഹെയ്ന് അനുമതി നൽകി. ഇംഗ്ലണ്ടിലെ നോർത്താംപ്ടൺഷയറിലാണ് ട്രയാങ്കുലർ ലോഡ്ജ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ 3 എന്ന സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കെട്ടിടമാണിത്. 1590കളിലാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം. കത്തോലിക്ക മതവിശ്വാസിയായിരുന്ന സർ തോമസ് ട്രഷാമാണ് ഇതിൻ്റെ നിർമ്മാതാവ്. കത്തോലിക്ക മതവിശ്വാസമനുസരിച്ച് 3 എന്ന അക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 3-ന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കെട്ടിടം നിർമ്മിക്കാൻ തോമസ് ട്രഷാം തീരുമാനിച്ചത്. കെട്ടിടത്തിന് 3 വശങ്ങളേയുള്ളൂ. ഓരോ വശത്തിനും 33 അടിയാണ് വീതി. കെട്ടിടത്തിന് 3 നിലയുണ്ട്. കെട്ടിടത്തിൻ്റെ 3 വശത്തും ത്രികോണാകൃതിയിലുള്ള 3 ചെറു ചുമരുകൾ വീതം കാണാം. 3 വശത്തും 3 വീതം ജനലുകളുമുണ്ട്. ഈ ജനലുകളിലെല്ലാം സൂക്ഷിച്ചു നോക്കിയാൽ ത്രികോണാകൃതിയിലുള്ള അലങ്കാരങ്ങൾ ശ്രദ്ധയിൽപ്പെടും. കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഗോപുരങ്ങൾക്കും 3 വശങ്ങളാണ് ഉള്ളത്. കെട്ടിടത്തിൻ്റെ ഒരു വശത്ത് വലിയ 9, 3 എന്നീ അക്കങ്ങൾ സിമൻറ്റിൽ കൊത്തിവെച്ചിട്ടുണ്ട്.